ഹലോ ഫ്രണ്ട്സ്, ഈ ഒരു ക്രിസ്മസിന് 10 പൈസ മുടക്കില്ലാതെ നമുക്ക് കുറച്ച് അടിപൊളി സ്റ്റാർസ് ഉണ്ടാക്കിയെടുത്താലോ. അപ്പോൾ മിഠായി കടലാസ് യൂസ് ചെയ്തിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള കുറച്ച് സ്റ്റാർസ് ആണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂട്ടുകാരെ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാൻ കളക്ട് ചെയ്ത് വെച്ചിട്ടുള്ള കുറച്ച് കളർഫുൾ ആയിട്ടുള്ള മിഠായി കടലാസുകളാണ് കേട്ടോ. ഇതുപോലെ വെറൈറ്റി മിഠായി കടലാസുകൾ കാണുമ്പോൾ കളക്ട് ചെയ്ത് വെക്കുന്ന ഒത്തിരി കൂട്ടുകാരുണ്ടാവും അല്ലേ. അപ്പോൾ അവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും. ഇതിൽ നിന്നും ഒരു മിഠായി കടലാസ് ഇതുപോലെ എടുത്തിട്ടുണ്ട്. അതിനുശേഷം നല്ല രീതിയിലൊന്ന് നിവർത്തി കൊടുക്കുക കേട്ടോ. ഇനി നമുക്കിതൊന്ന് സിക്സാഗ് ആയിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. അപ്പോൾ ഫസ്റ്റ് ഉള്ളിലേക്ക് ആർന്നിട്ട് മടക്കേണ്ടത്. ഞാൻ പെട്ടെന്ന് അത് ആ ഒരു സിൽവർ മുകളിൽ കാണുന്ന രീതിയിലാണ് ഫസ്റ്റ് ഫോൾഡ് ചെയ്തിട്ടുള്ളത്. അത് നമുക്ക് ലാസ്റ്റിൽ കട്ട് ചെയ്ത് ഒഴിവാക്കാം കേട്ടോ. നമുക്ക് സിൽവർ അല്ല മുകൾ ഭാഗത്ത് വരേണ്ടത്, ആ ഒരു ഉള്ളിലുള്ള കളേഴ്സ് ആട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ സിക്സാഗ് ആയിട്ട് ഫോൾഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാ ഭാഗവും ഒരേ വീതിയിൽ തന്നെ വരാനായിട്ട് ശ്രദ്ധിക്കണം. എന്നാലാണ് ആ ഒരു കറക്റ്റ് ആ ഒരു സ്റ്റാർസിൻ്റെ പെറ്റൽസൊക്കെ കറക്റ്റ് ലെവലിലാവുള്ളൂ കേട്ടോ. ഇനി നമുക്കിതിൻ്റെ സെൻറ്റർ പോയിന്റ് ഒന്ന് കണ്ടെത്താനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് സെൻറ്ററിലേക്ക് ഒന്ന് ഫോൾഡ് ചെയ്യുക. അതിനുശേഷം അവിടെ ഒന്ന് നമുക്ക് നൂല് വെച്ചിട്ടൊന്ന് കെട്ടിക്കൊടുക്കണം. അതല്ലെങ്കിൽ നമ്മൾ പൂവുണ്ടാക്കുന്ന ആ ഒരു കമ്പി ഉണ്ടല്ലോ, അത് വെച്ചിട്ട് കെട്ടിക്കൊടുക്കുകയോ അല്ലെങ്കിൽ റബ്ബർ ബാൻഡ് യൂസ് ചെയ്തിട്ട് കെട്ടിക്കൊടുക്കുകയോ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ സെൻറ്ററിൽ സൂചി കുത്തിയെടുത്തിട്ട് 2-3 തവണ ഇതുപോലെ ഒന്ന് ചുറ്റിയെടുക്കുന്നുണ്ട് നൂല്. അതിനുശേഷം സെൻറ്ററിലേക്ക് വീണ്ടും സൂചി കുത്തിയിറക്കിയിട്ട് അവിടെ ഒരു നോട്ടിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നോട്ടിട്ട് അറിയാൻ പാടാത്ത കൂട്ടുകാരൊക്കെ ഇതുപോലെ സൂചി കുത്തിയിറക്കിയിട്ട് നമ്മൾ തുന്നി വെച്ചിട്ടുള്ള ആ ഒരു നൂലിലേക്ക് വീണ്ടും ആ ഒരു സൂചി കയറ്റുക. താഴെയുള്ള ആ ഒരു നൂല് 2-3 പ്രാവശ്യം ചുറ്റിയിട്ട് വലിച്ചാൽ മതി കേട്ടോ. വളരെ സിമ്പിളായിട്ട് കറക്റ്റായിട്ട് നമുക്ക് നോട്ടിടാനായിട്ട് പറ്റും. ഈ ഒരു സിക്സാഗായിട്ട് ഫോൾഡ് ചെയ്യുന്ന ടൈമിൽ ഈ ഒരു ഓപ്പൺ വരുന്നത് മുകളിലും താഴെയും ഒരേ സൈഡിലേക്കായിരിക്കണം കേട്ടോ. ഞാനിത് ഫോൾഡ് ചെയ്തിട്ടുള്ളത് ഓപ്പണിങ് ക്ലോസിങ്ങും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് വന്നിട്ടുള്ളത്. മുകളിലുള്ളത് റൈറ്റ് സൈഡിലേക്കാണ് ഓപ്പൺ, താഴെയുള്ള ലെയർ ലെഫ്റ്റ് സൈഡിലേക്കാണ് ഓപ്പൺ വന്നിട്ടുള്ളത്. ഇതുപോലെ കറക്റ്റായിട്ട് വെച്ചതിന് ശേഷം ചെരിച്ചൊരു കട്ടിങ് കൊടുക്കാം കേട്ടോ. വീഡിയോയിൽ കാണുന്ന രീതിയിൽ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. കണ്ടില്ലേ, ഇത് ഓപ്പൺ ആണ്, പക്ഷേ ബാക്ക് സൈഡിൽ ഓപ്പൺ ഉള്ള ഭാഗം ലെഫ്റ്റ് സൈഡിലേക്കാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്ത സ്റ്റാർ ഉണ്ടാക്കുമ്പോൾ കുറച്ചും കൂടി ക്ലിയർ ആവും കേട്ടോ. ഈ ഒരു സ്റ്റാറിൻ്റെ കളർ ഇങ്ങനെ ആയതുകൊണ്ടാണ് അത് അത്ര ക്ലിയർ ആവാത്തത്. ഇനി നമുക്ക് ഈ ഒരു രീതിയിൽ ഇങ്ങനെ വെച്ചിട്ട് വേണം ഇതൊന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇത് കണ്ടില്ലേ, ഓപ്പൺ ആയിട്ട് വരുന്ന ഭാഗമാണ്. അപ്പോൾ അത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. ഈ ഒരു രീതിയിൽ സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല, പക്ഷേ ആ ഒരു പെർഫെക്ഷൻ ഉണ്ടാവില്ല കേട്ടോ. ഫോൾഡിങ് ആയിട്ടുള്ള ഭാഗങ്ങൾ സ്റ്റിക്ക് ചെയ്യുമ്പോഴാണ് കറക്റ്റ് ആ ഒരു പെർഫെക്ഷൻ നമുക്ക് കിട്ടുള്ളൂ. ഇത് നമുക്ക് നേരത്തെ ആ ഒരു സെൻറ്ററിലുള്ള നോട്ട് ഇടുന്നതിന് മുമ്പ് കട്ട് ചെയ്ത് കൊടുക്കുന്നതാണ് കുറച്ചുകൂടി ബെറ്റർ. അപ്പോൾ വളരെ നീറ്റായിട്ട് തന്നെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 2 സൈഡിലും ഗം അപ്ലൈ ചെയ്തിട്ട് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. കണ്ടില്ലേ, 2 സൈഡിലും ഞാൻ ഫെവി ബോണ്ടാണ് യൂസ് ചെയ്യുന്നത്. ഫെവിക്കോൾ ഈ ഒരു പ്ലാസ്റ്റിക്കിൽ സ്റ്റിക്ക് ആവില്ല, അപ്പോൾ അതുകൊണ്ട് ഫെവി ബോണ്ടാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. ഫെവി ബോണ്ട് ആണെങ്കിലും ഇതുപോലെ അപ്ലൈ ചെയ്തിട്ട് ഒരു 2-3 സെക്കൻഡ് നല്ല രീതിയിലൊന്ന് പ്രസ് ചെയ്ത് പിടിക്കണം കേട്ടോ. അപ്പോൾ ഒരു വശം നല്ല രീതിയിൽ പ്രസ് ചെയ്ത് പിടിക്കുക. അതിനുശേഷം മറുവശത്തും ഇതുപോലെ തന്നെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. പ്രസ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് പിടിച്ചു കൊടുക്കുക. ഇനി നമുക്ക് നമ്മുടെ സെൻറ്ററിലേക്കൊരു ഹാഫ് ബീഡും കൂടി ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ വൈറ്റ് കളറിലുള്ള ഹാഫ് ബീഡാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതും ഇതുപോലെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ സ്റ്റാർ കേട്ടോ. ഇനി ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള സ്റ്റാർസും കൂടി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഈ ഒരു കളറിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ക്ലിയർ ആവുമെന്ന് വിചാരിക്കുന്നു. ഫസ്റ്റ് ഉള്ളിലേക്കാണ് ഫോൾഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ.
ശേഷം ബാക്കിലേക്ക് വീണ്ടും ഫ്രണ്ടിലേക്ക് ആ ഒരു രീതിയിൽ ഈ ഒരു മിഠായി കവർ നമുക്ക് സിക്സാഗ് രീതിയിൽ ഫോൾഡ് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ ഒരു കാര്യം, ഫോൾഡ് ചെയ്യുമ്പോൾ എല്ലാ ഫോൾഡിങ്ങിനും ഒരേ വീതി തന്നെ ആയിരിക്കണം കേട്ടോ. അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു രീതിയിൽ ഞാൻ ഫോൾഡ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ എക്സ്ട്രാ വരുന്ന ഈ ഒരു പോർഷൻ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. കട്ട് ചെയ്യുന്ന ടൈമിൽ മുകളിലുള്ള ലെയേഴ്സിൻ്റെ ഫോൾഡിംഗ് ഒന്നും കട്ടായി പോവാത്ത രീതിയിൽ വേണം കേട്ടോ. അതൊന്ന് ശ്രദ്ധിക്കാം. ഇതിൽ മുകളിലത്തെ ലെയറും താഴത്തെ ലെയറിലും ഫോൾഡിങ് വരുന്നത് ലെഫ്റ്റ് സൈഡിലോട്ടും ഓപ്പൺ വരുന്നത് റൈറ്റ് സൈഡിലോട്ടുമാണ് കേട്ടോ. അതായത് ഒരേ ദിശയിൽ വേണം ഓപ്പണും ക്ലോസും വരാനായിട്ട്. ഇനി നേരത്തെ ചെയ്ത പോലെ തന്നെ സെൻറ്ററിലൊരു ത്രെഡ് യൂസ് ചെയ്തിട്ട് ഒരു നോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും വിചാരിക്കുന്നു. അതുകൊണ്ടാണ് കേട്ടോ സ്പീഡിൽ കാണിക്കുന്നത്. നെക്സ്റ്റ് ഈ ഒരു ഷേപ്പിലൊന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നേരത്തെ ചെയ്ത പോലെ തന്നെ രണ്ട് സൈഡും ഇതുപോലെ തന്നെ ഗം വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൽ രണ്ട് സൈഡിലും ഫോൾഡഡ് ആയിട്ടുള്ള ലെയേഴ്സാണ് വന്നിട്ടുള്ളത്, കണ്ടില്ലേ? അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ചുകൂടി ഒരു കട്ടിയുള്ളൊരു കടലാസായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഫോൾഡിംഗ് ഒക്കെ വളരെ സിമ്പിളായിരുന്നു. ഇനി നമ്മുടെ സ്റ്റാർസിൻ്റെ ഈ ഒരു പെറ്റൽസൊക്കെ നമുക്കൊന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഈ ഒരു ടൈമിൽ നമുക്ക് ഷേപ്പൊക്കെ ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ നമ്മുടെ സ്റ്റാർ ഷേപ്പൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി സെൻറ്ററിലേക്ക് ഈ ഒരു വൈറ്റ് ഹാഫ് ബീഡും കൂടി ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് സ്റ്റിക്ക് ചെയ്യാനും ഫെവി ബോണ്ട് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതുപോലെ മറ്റ് മിഠായി കവേഴ്സ് യൂസ് ചെയ്തിട്ട് വീണ്ടും സ്റ്റാർസ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇനി നല്ല കളർഫുൾ ആയിട്ട് കാണുന്ന മിഠായി കടലാസുകൾ ആരും കളയരുത്. ഇതുപോലെ കളക്ട് ചെയ്ത് വയ്ക്കാം. നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള അടിപൊളി ക്രാഫ്റ്റുകൾ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ക്രിസ്മസ് സ്പെഷ്യൽ ആയതുകൊണ്ടാണ് സ്റ്റാർ ചെയ്തത്. നമുക്കിത് യൂസ് ചെയ്തിട്ട് നല്ല അടിപൊളി ബട്ടർഫ്ലൈ ഒക്കെ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഇതുപോലുള്ള കവറുകൾ ഇനി കളയാൻ നിൽക്കണ്ട. നമുക്ക് ഒരുപാട് ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. ലൈറ്റ് ബ്ലൂ കളറിലുള്ള ഈ ഒരു സ്റ്റാറും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. വീണ്ടും ബാക്കിയുള്ള മിഠായി കടലാസുകൾ യൂസ് ചെയ്തിട്ട് ഇതുപോലെ തന്നെ സ്റ്റാർസ് ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു സ്റ്റാർസ് നമുക്ക് ക്രിസ്മസ് ട്രീയിൽ ഹാങ് ചെയ്യാനും അതുപോലെ തന്നെ നമുക്ക് വാൾ ഹാങ്ങിങ് ആയിട്ടും ഡോറിൽ ഡെക്കറേറ്റ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ വേസ്റ്റാക്കി കളയുന്ന ഒരു പ്ലാസ്റ്റിക് വസ്തു യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇത്രയും മനോഹരമായിട്ടുള്ള ക്രിസ്മസ് സ്റ്റാർസ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്ക് വേസ്റ്റ് മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ടുള്ള ക്രാഫ്റ്റ് ചെയ്യാനായിട്ട് സ്കൂളിൽ ഈ ഒരു ഐഡിയ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനലൊന്ന് വിസിറ്റ് ചെയ്യുക, വീഡിയോസൊക്കെ ഒന്ന് കാണാം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. നിങ്ങൾ തരുന്ന ഓരോ സപ്പോർട്ടാണ് നമുക്ക് പുതിയ പുതിയ വീഡിയോസ് ഇടാനുള്ളൊരു പ്രചോദനം എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിവിടെ 7 സ്റ്റാർസ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഈ ഒരു സ്റ്റാർസിൽ ഏത് കളർ കോമ്പിനേഷനിലുള്ള സ്റ്റാറാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത്? അത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അതുപോലെ എത്ര പേർക്കാണ് ഇതുപോലത്തെ മിഠായി കടലാസുകളൊക്കെ കളക്ട് ചെയ്യാൻ ഇഷ്ടമുള്ളത് എന്നുകൂടി ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നിങ്ങൾക്ക് എങ്ങനെയുള്ള വീഡിയോ ആണ് കാണാൻ കൂടുതൽ താല്പര്യം എന്നുള്ളത് കൂടി ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അത്തരത്തിലുള്ള വീഡിയോസ് ചെയ്യാൻ ശ്രമിക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്.